നീ ഈ കല്യാണത്തിന് സഹകരിക്കുമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൾ കഴുത്തിൽ കയറിട്ട് മൊബൈലിൽ വീഡിയോ കോൾ ചെയ്തു കൊടുത്തു. അത് ഈ സോളാറിന്റെ അവിടെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ? ഓക്കെ. ആ ലിഫ്റ്റിന്റെ റൂമിന്റെ അവിടെ കയറിയാൽ ഈ സൺഷെയ്ഡിലേക്ക് വരാം. കാരണം അവിടെ ലോക്കാണ്. പക്ഷെ അവന് അക്സസ് ഉണ്ട്, അവൻ മാനേജറല്ലേ, മാനേജേഴ്സിനെല്ലാം അക്സസ് ഉള്ളത്. അവരെ കയ്യിൽ കീ ഇരിക്കുന്നു. ശരി, ആ ടോപ്പിൽ നിന്ന് ചാടി ഇവിടെ ടോപ്പിലാന്നാണ് ഇവിടെ ചാടിയത്. തിരുവനന്തപുരത്തെ പട്ടത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ആ വസ്ത്രവ്യാപാര കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു മഹേഷ്. മാനേജറായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് റൂമിന്റെ ഏറ്റവും മുകളിലുള്ള ടവർ റൂമിന്റെ താക്കോൽ മഹേഷിന്റെ കയ്യിലായിരുന്നു. ഇന്നലെ രാത്രി 9:30 മഹേഷ് ആ ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിലെത്തി. അവിടെ ലിഫ്റ്റ് റൂം തുറന്ന് പുറത്തിറങ്ങി പാരപ്പറ്റിൽ ചെന്നു നിന്നു. വീട്ടിൽ നിന്ന് ധാരാളം ഫോൺ കോൾ വരുന്നുണ്ട്. അമ്മയും സഹോദരനും അനുജത്തിയും ഒക്കെ വിളിക്കുകയാണ്. മഹേഷ് ആ ഫോൺ ഒന്നും എടുക്കുന്നില്ല. ഇന്ന് ആ വീട്ടിൽ ഒരു കല്യാണം നടക്കാനുള്ളതാണ്, അനുജന്റെ കല്യാണം. ആ തലേന്നാണ് മഹേഷിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ആ 9:30 മഹേഷിന്റെ ഫോണിലേക്ക് വന്ന വീഡിയോ കോൾ ആരുടേതായിരുന്നു? എന്തായിരുന്നു ആ വീഡിയോ കോളിലെ കണ്ടന്റ്? ജീവനൊടുക്കാൻ തക്ക കാരണം എന്താണ്? തിരക്കാം. പെൺകുട്ടികളും ചതിക്കരുത്. ഇങ്ങനത്തെ ഒരു ആൺകുട്ടികളെയും പെൺകുട്ടികളും ചതിക്കരുത്. ഇത് കേരളാതീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ 2 പെൺമക്കളാണ് അവർ. അതിൽ ഇളയ പെണ്ണിനെ അവൻ സ്നേഹിക്കാനിരിക്കും. എൻ്റെ ആങ്ങളുടെ മോളെ ആലോചിച്ചപ്പോൾ അവനത് വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നാലാഞ്ചിറ. അവരുടെ അമ്മയാണെങ്കിൽ അവിടെ പെണ്ണിൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവ് വൈശാഖ് എല്ലാം നിരന്തരം വിളിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ പണി തീരാതെ നിങ്ങൾക്ക് കല്യാണം നടത്തി തരത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവൻ ഇവിടെ വേറെ ഒരു ആലോചന വന്നപ്പോഴും അവർ പറഞ്ഞു പറ്റൂല, ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടികൾ, എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഒരു പെൺകുട്ടികളുടെയും തള്ളന്മാരോട്, ഈ ആൺകുട്ടികളുടെ തള്ളന്മാരോട് പെൺകുട്ടികളുടെ അമ്മമാരിങ്ങനെ ചെയ്യല്ലേ. എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഇളയവൻ മുടിഞ്ഞേ പോത്തുള്ള അവൻ വിളിച്ചോണ്ടുന്ന പെൺകുട്ടിയാണിത്, മുടിഞ്ഞേ പോവുള്ളൂ, നീ പോയി ചാവടി, പിന്നെ ഒരിക്കലും നിങ്ങൾ വീട് വയ്ക്കൂല. പിന്നെ അവനെ എന്തൊക്കെയോ പറഞ്ഞാണ് അവനെ ഇതാക്കിയത്. അതുകൊണ്ട് എൻ്റെ ഫോണിൽ കിടക്കുന്ന മെസ്സേജ് നിങ്ങൾ നോക്കൂ. ചെറുപ്രായത്തിൽ ഈ അമ്മ ഈ 2 മക്കളെയും കൊണ്ട് ഇവിടെ താമസത്തിനായിട്ട് വന്നതാണ്. അവർ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. പിന്നെ ഇവർക്കിങ്ങനെ 2 പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ അയൽവാസികളും ഞാനും ഇപ്പോഴാണ് തന്നെ അറിയുന്നത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ പൂർണ്ണതയായിട്ട് അറിയുന്നത്. ഇവർ ഇങ്ങനെ മൂത്ത പയ്യനിങ്ങനെ 10 വർഷമുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ ഈ പെൺകുട്ടി വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മംഗളകർമ്മം നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുക്കരുതെന്ന് വിലക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ദൃശ്യം മൊബൈലിൽ കൂടി കാട്ടി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കുട്ടി ഇങ്ങനെ ഒരു സാഹസികത കാണിച്ചു എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അല്ലാത്ത വേറെ ഒരു കംപ്ലൈൻറ്റോ വേറെ ഒരു സ്വഭാവ ദൂഷ്യമോ ഉള്ള കുട്ടികളല്ല ഇത്. അത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ആരും ഈ സ്വപ്നത്തിൽ പോലും ആരും പരിസരവാസികൾ ആരും ചിന്തിച്ച കാര്യമല്ല. എല്ലാവരും നല്ല സഹകരിക്കാനായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഇറങ്ങി നമ്മളെല്ലാവരും അതിനായിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അത്ര നല്ല ഡീസൻ്റ് സ്വഭാവമുള്ള നല്ല ഓമനത്തുള്ള കുട്ടികളാണ് അതുങ്ങൾ 2 മക്കളും. നമ്മളവിടെയൊക്കെ എന്ത് കാര്യത്തിന് ആ മോനും ഈ അമ്മയും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഇതായിട്ട് അമ്മയെ കൊണ്ട് നടക്കുന്ന മക്കളെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊന്നും ഒരു മക്കളും ഇങ്ങനെ കൊണ്ട് നടക്കാറില്ല. പക്ഷെ അത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ ഈ മോൻ കൊണ്ട് നടന്നത്. ഇന്നലെ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവള്. അവിടെ അമ്മ ഇന്നലെ എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഗ്യാസ് വണ്ടി വന്നു, എടുത്തില്ല. നീ എന്തടി ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഗ്യാസിൻ്റെ പുറകെ എന്തിൻ്റെ വേണേൽ പൊയ്ക്കോ, എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് നിങ്ങൾ എടുത്താൽ മതി, എന്ത് വേണേൽ നിങ്ങൾക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അവൻ്റെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും എടുക്കുകയും ഇവിടെ ഒക്കെ പലരും പലയിടത്ത് വെച്ച് അവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അവൻ്റെ കാശാണ്. ഇപ്പം അവര് പറയുന്ന പ്രശ്നം വീടില്ല എന്നുള്ളതാണോ? വീടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ മെമ്പർ ഞാൻ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് മൂത്തവന് കല്യാണം ആലോചിക്കാതെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടു വെച്ചിരിക്കുകയാണ്, അവൻ തന്നെ കണ്ട് സ്നേഹിച്ചതാണ്, ആങ്ങളുടെ മോളും ആലോചിച്ചപ്പോൾ അവനത് പോരാ, ഇത് തന്നെ മതി, പക്ഷേങ്കിൽ അവർക്ക് വീടിൻ്റെ അതിപ്പോൾ എവിടുത്തെ നിയമമാ എന്ന് ചോദിച്ചു. ഈ വീടിൻ്റെ പ്രശ്നം പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെ അമ്മയ്ക്ക് അവസാനമായിട്ട് മെസ്സേജ് അയച്ചത് ഈ പെൺകുട്ടിയുടെ അമ്മയാണോ? അല്ലല്ല, ഇവളാണ് അയച്ചത്. പെൺകുട്ടിയാണ് തുരുതുര മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ ഇവനെ വിളിച്ചപ്പോൾ മൊത്തം ബിസി എന്ന് പറഞ്ഞത്.
ഈ പെൺകുട്ടിക്കും ഇത് തന്നെയാണോ? ആ കുടുംബക്കാർക്കും പെൺകുട്ടിക്കും ഒരേ അഭിപ്രായമാണോ? അവരുടെ അമ്മയ്ക്കും ആ പെണ്ണിനും പെണ്ണിൻ്റെ ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും ഇതേ അഭിപ്രായമാണ്. അവൻ്റെ പേര് വൈശാഖെന്നാണ്. അവനും എന്നെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് കുറേ ഓരോന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്ത് വീടിൻ്റെ പണി തുടങ്ങാത്ത ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് 2 ലക്ഷം രൂപ തന്ന് നിങ്ങൾ വീടിൻ്റെ പണി ചെയ്ത് അവനും അവളും കൂടെ അങ്ങ് താമസിച്ച് കടവും വീട്ടിക്കോട്ട് ബാങ്ക് ലോണാണ്, ഹോം ലോൺ എടുത്തിരിക്കുകയാണ് 12 ലക്ഷം രൂപ. നിങ്ങളങ്ങ് എടുത്തു, ഞാനും എൻ്റെ ഇളയ കൊച്ചും കൂടെ പോയി വേറെ താമസിച്ചോളാം. ഇതുവരെ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ മാത്സിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കുഞ്ഞിനെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അവൻ്റെ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞാൽ അവർ പറയും പൊയ്ക്കോളാൻ. അവൻ്റെ സമയത്തിന് കയറും അവന്. അപ്പോൾ അവന് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഓഫുണ്ട്. അവന് ഇഷ്ടമുള്ളപ്പോൾ അവധി എടുക്കും. മാത്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. മാത്സ് നല്ല സ്ഥാപനമാണ്. അവന് 30,000 രൂപ അവന് ശമ്പളമുണ്ട്. അവന് മാത്സ് എന്ന് പറഞ്ഞിടത്ത് അവന് ജീവനാണ്. ഈ കുട്ടി ഇന്നലെ അവനെ മെസ്സേജ് വിളിച്ചിട്ട് ഇവൻ പറഞ്ഞു, ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണവാ, താലി കെട്ടുന്നതെന്ന് പറഞ്ഞു. 4 ദിവസമായി വിളിച്ചോണ്ടുന്ന കുട്ടിയാണ്. താലി കെട്ടണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ്, നീ ഈ കല്യാണത്തിന് സഹകരിക്കുമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൾ കഴുത്തിൽ കയറിട്ട് മൊബൈലിൽ വീഡിയോ കോൾ ചെയ്തു കൊടുത്തു. അതാണ് കാരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ എത്ര മണിക്കായിരുന്നു ഈ കുട്ടി കയറിൽ കുരുക്കിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തത്? രാത്രി 11:30. ഒരിക്കലും സ്ഥാപനത്തിനെ കുറിച്ചൊന്നും പറയരുത്. ഈ 11:30 മണിക്ക് തന്നെയാണ് ഇത് ചെയ്തതും അല്ലേ? 11:30 മണിയോടുകൂടിയാണ് ഇത് ചെയ്തത്. ഇത് അവൻ സ്വമേധ ചെയ്തല്ല. ലിഫ്റ്റിൽ കയറി അവനിങ്ങനെ ഫോൺ വിളിച്ച് അലറിക്കൊണ്ട് പോയ കൂട്ടത്തിൽ അവൻ തല വീണതാണ്. അല്ല, അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സ് കട്ടിയുള്ളവനല്ല. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നപ്പോഴും ഇവള് വഴക്കുണ്ടാക്കിയപ്പോൾ അവൻ റോഡിൽ കിടന്ന് ഫോൺ ചെയ്തപ്പോൾ ഇവിടെ എല്ലാവരും കണ്ടു. അങ്ങനെയാണ് ഇവൻ ഒച്ചപ്പാടി സംസാരിക്കുന്നത് തന്നെ കണ്ടത്. ഈ കഴുത്തില് കുരുക്ക് ഇട്ടത് വീഡിയോ കോളാണ്. അവന്റെ അവിടെ അമ്മയല്ലേ എന്നോട് ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞ, അവനോട് പറ തൂങ്ങിച്ചാകാൻ. നിങ്ങൾ എന്റെ ഫോൺ എടുത്തോണ്ട് പോയി റെക്കോർഡ് എടുത്ത് നോക്ക്. നിങ്ങൾ കോൾറെഡി എടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ കൃത്യം 11 മണിക്ക് എന്നെ വിളിച്ചിട്ട് വന്ന് നിന്റെ മോനോട് പറഞ്ഞ ആത്മഹത്യ. ഇത് 5ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. അന്നേരം ഞാൻ പറയടാ, ഇത് കളഞ്ഞിട്ട് പോവാ. ഇവനും ഞാനും പറയാൻ, ഇവന്റെ അനിയനും പറയും. പക്ഷെ ഇവൻ കേൾക്കൂല. അവൻ ആ പെണ്ണ് മാത്രം മതി. ഈ കഴുത്തിൽ കുരുക്കിട്ട് പെൺകുട്ടി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ കാരണം എന്തായിരിക്കും? ഇവന്റെ അനിയന്റെ കല്യാണമാണ് ഇന്ന്. ഇതൊരു ശിവക്ഷേത്രത്തിൽ വെച്ച് അവനൊരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ആ കല്യാണം മുടക്കാനാണോ? ആ മുടക്കാനാണ്. ആ കല്യാണം സഹകരിക്കരുത്. അപ്പൊ ഇവൻ എന്താ പറയുമ്പോ എന്തോ ഉണ്ടെങ്കിലും അവിടെ അടുത്ത് പറയും, കാപ്പിക്ക് ഇന്നതായിരുന്നു, ഉച്ചയ്ക്ക് ഇങ്ങനെയാണെന്നെല്ലാം ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ അവൻ ഇവളും വിരിച്ച് ചോദിച്ച് ഏത് ഷർട്ടും മുണ്ട് ഇടണമെന്ന്. അങ്ങനെയാണ് അവള് പറഞ്ഞ് കല്യാണത്തിന് സഹകരിക്കലെന്ന് ഇത് കാണിച്ചത്. കല്യാണം സഹകരിച്ചാൽ അവളിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവനോർത്ത് അവളത് ചെയ്താൽ അവനിതാകും, ജയിലാകും. പിന്നെ അവൻ്റെ അമ്മയെ സഹിക്കത്തില്ല. പിന്നെ അവൻ ആൻറ്റീൻ്റെ ജീവിതം പോകും. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ചെയ്തു. അല്ലാതെ മാത്സിനെ കുറിച്ച് ഒരിക്കലും പറയരുത്. മാത്സ് എന്ന് പറയുന്ന സ്ഥാപനം അങ്ങനെയാണ്, എനിക്കറിയാം. മാത്സിൽ ഞാൻ പോയി തിരക്കുമ്പോഴും അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത് ഏകദേശം 9 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇതുവരെ യാതൊരു കംപ്ലൈന്റും അവർക്കെതിരെ പറയേണ്ടി വന്നിട്ടില്ല. അന്ന് ആ ക്ലാസ്സിനകത്തിരിക്കുന്ന മോമെന്റ് എല്ലാ വർഷവും അവനാണ് ബെസ്റ്റ് സ്റ്റാഫിനുള്ള മോമെന്റ് കിട്ടുന്നത്. 10-30 ഇൻഡക്ഷൻ കുക്കർ ഇഷ്ടപ്പെട്ട ഒരാളെന്നാ പറയുന്നത്. ഇല്ല, അവിടെ ആ വിവരം എനിക്ക് കിട്ടിയത്. അവിടെ കുറെ അവിടെ കുറെ ചേച്ചിമാരുണ്ട്. അവരാണ് ഇവന്റെ പാത്രങ്ങൾ കഴുകുന്നത്, ഞാൻ കൊടുത്തു വിടുന്നതിന്റെ ബാക്കി കറികൾ കൊണ്ടുപോകുന്നത് ഒക്കെ അവരാണ്. അവനെന്ന് പറഞ്ഞാൽ ജീവനാണ്. മാത്സിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഒന്നും പറയില്ല. എനിക്ക് മാത്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാര്യം ഇന്നലെ അവിടെ ചെന്നപ്പോഴും ആ പയ്യന്മാരാണ് ഇന്നലെ രാത്രി മൊത്തം നിന്ന്. എൻ്റെ ബന്ധുക്കളോ അവൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളോ ആരുമില്ല. ഇന്നാണ് ഇവരെല്ലാം അറിഞ്ഞത്. പക്ഷേ എങ്കിൽ മാത്സിനെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത്. എനിക്കൊരു ചുമ്മാ ഞാനൊന്ന് തുമ്മിയാൽ അവൻ അപ്പോഴേ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോരും. എന്നാലും നീ എവിടെ പോയെന്ന് തിരക്കത്തില്ല. അവൻ അത്രയ്ക്ക് നല്ല സ്റ്റാഫുമാണ്. അവനെ അത്രയ്ക്ക് കാര്യമാണ്. അവൻ്റെ ബെസ്റ്റ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ 9 വർഷമായിട്ട് സുമൺ എന്ന് പറയുന്നതാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ പെണ്ണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിൻ്റെ മെയിൻ അവിടെ അമ്മയും അവളുമാണ്. അല്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം അവളും അവിടെ അമ്മയുമാണ്. അല്ലാതെ നിങ്ങൾ മാത്സിനെ കുറിച്ച് പറയരുത്. ഈ പെൺകുട്ടി മുമ്പ് ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? എന്നിട്ട് മാത്സിൻ്റെ മാനേജർ പറഞ്ഞു, ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ 1 ലക്ഷം രൂപ കൊടുക്കാം, നീ ജോലി മതിയാക്കി നീ ലുലു മോൾ മാത്സിൽ കയറാൻ പറഞ്ഞു. ഇവൻ ലുലു മോൾ മാത്സിൽ പോയപ്പോഴത്തേക്കും ഇവൻ ഡിഗ്രി പൂർത്തീകരിച്ചിട്ടില്ല. ഡിഗ്രി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ടാണ് ലുലു മോളിൽ കയറാഞ്ഞത്. അല്ലാതൊന്നുമല്ല. ആ അമ്മയ്ക്ക് ധാരാളം പരാതികളുണ്ട്, ആരോപണങ്ങളുണ്ട്. ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കേണ്ട ദിവസമാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെയും മൂത്ത മോൻ്റെയും ഫോട്ടോ ഇവിടെയുണ്ട്. വട്ടപ്പാറയ്ക്കടുത്ത് മഹേഷിൻ്റെ സ്വപ്നഭവനം പണിതീരാതെ കിടപ്പുണ്ട്. ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ പലതും കേട്ടു. അവർക്ക് ശരിക്കും ആരോപണങ്ങളുണ്ട്, പരാതികളുണ്ട്. അവരുടെ മകൻ്റെ ജീവനെ തല്ലിക്കെടുത്തി എന്ന് അവർ പറയുന്നു. സത്യം പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. എന്തായാലും ഒന്ന് പറയാം, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ജീവിതത്തെ സ്നേഹിക്കുക,
ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറാവുക. നന്ദി, സ്നേഹം.